നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപ്പാസിനായി വർഷങ്ങൾക്കു മുൻപ് സർക്കാരിന് വിട്ടുനൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അളവെടുപ്പ് പൂർത്തിയായിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കൗൺസിലർ ഭാരവാഹികൾ ആരോപിച്ചു. ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ നീളുന്ന പദ്ധതിക്കായി പ്രദേശവാസികളായ 257 പേർ വർഷങ്ങൾക്കു മുൻപ് തങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ സർക്കാരിന് വിട്ടുനൽകിയിരുന്നു. അളവെടുപ്പ് പൂർത്തിയായിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും സർക്കാരിലേക്ക് നൽകിയതുകൊണ്ട് വീടുകൾ റിപ്പയർ ചെയ്യാനോ നവീകരിക്കാനോ പറ്റാതെ ജീർണാവസ്ഥയിൽ തുടരുകയുമാണ്. വീടുകളും ശുചിമുറികളും ഏത് നിമിഷവും നിലംപൊത്താവുന്ന വിധം അപകടാവസ്ഥയിലാണിവിടെ. ഭൂമി പണയം വയ്ക്കാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം വൈകുന്നതുകൊണ്ട് പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ്. സ്ഥലം വിട്ടു നൽകിയിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്തതിൽ ജില്ലാ കളക്ടർ, തഹസിൽദാർ, ലാൻഡ് അക്വിസിഷൻ സൂപ്രണ്ട് തുടങ്ങിയവർക്കെല്ലാം നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥലം MLA കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ പ്രതീക്ഷ നൽകുന്ന പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതുമില്ല. 154.8 കോടി രൂപ ഇതിനായി സർക്കാർ മാറ്റിവച്ചെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം ലഭിക്കേണ്ട ബാക്കി നഷ്ടപരിഹാര തുക റദ്ദായിപ്പോയെന്നും പുതിയ VVR തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള സമീപനം. ഫയലുകൾ നീങ്ങുന്നതിന്റെ ഈ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗത്തിൽ ബാക്കി ഭൂമി ഏറ്റെടുത്ത് തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ K. ഉമ്മർ, ഭാരവാഹികളായ EK മുഹമ്മദ് ഇബ്രാഹിം, J. ജമുന, AT മുഹമ്മദ്, P. കോമളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.